ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിങ്ക്രണസ് ഡെക്കേഡ് കൗണ്ടർ. ഈ ക്വസ്റ്റ്യൻ 2023 നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡെക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ ഡെക്കേഡ് ഉദ്ദേശിക്കുന്നത് 10 എന്നാണ്. സോ 0 മുതൽ 9 വരെയുള്ള വാല്യൂസാണ്, ഡെസിമൽ വാല്യൂസാണ് ഇത് കൗണ്ട് ചെയ്യുക. അപ്പോൾ 0 മുതൽ 9 വരെ എന്ന് പറയുമ്പോൾ 10 ഡിഫറെൻറ്റ് ലെവൽസാണുള്ളത് അല്ലേ, 10 ലെവൽസാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ രീതിയിൽ ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളോട് പറയുകയാണ് മോഡ് 5 കൗണ്ടർ ഡിസൈൻ പറയുകയാണ്. മോഡ് 5 കൗണ്ടർ എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെ കൗണ്ട് ചെയ്യുക? 0 to 4 ആണ് കൗണ്ട് ചെയ്യുക. മൊത്തം 5 ലെവൽസ് ഉണ്ടാവും. അപ്പോൾ എത്ര ലെവൽസ് ഉണ്ട് എന്നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര ബിറ്റിൻ്റെ കൗണ്ടർ സെറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ഡെക്കേഡ് കൗണ്ടർ ആണെങ്കിൽ 10 ലെവൽ വേണം. അപ്പോൾ നമുക്ക് ഒരു 2 ബിറ്റ് ആണെങ്കിൽ, 2 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ നമുക്ക് 2/2 4 ഡിഫറെൻറ്റ് ലെവൽസാണ് കിട്ടുക അല്ലേ. അതേസമയം ഒരു 3 ബിറ്റ് ആണെങ്കിലോ, 3 ബിറ്റ് ആണെങ്കിൽ 2/3 നമുക്ക് 8 ലെവൽസ് കിട്ടും. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ഡെക്കേഡാണ്, 10 ലെവൽസ് വേണം. സോ നമുക്ക് 3 ബിറ്റ് പറ്റില്ല, 2 ബിറ്റ് ഓൾറെഡി പറ്റില്ല. പിന്നെ നമുക്കുള്ളത് 4 ബിറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. 3.5 എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. നമുക്ക് 3 ബിറ്റ് കഴിഞ്ഞാൽ പിന്നെ 4 ബിറ്റ്. 4 ബിറ്റ് എന്ന് പറയുമ്പോൾ 2/4. 2/4 എന്ന് പറഞ്ഞാൽ 16. ഇപ്പോൾ 16 ലെവൽസ് വരെ ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ നമുക്ക് 10 ലെവൽസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി 3 ബിറ്റ് കൗണ്ടർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്ത് വേണം? 4 ബിറ്റ് കൗണ്ടർ വേണം. അപ്പോൾ 4 ബിറ്റ് കൗണ്ടർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. ഓക്കെ, കൗണ്ടറിൻ്റെ ബിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എണ്ണം ഫിക്സ് ചെയ്യുക. അപ്പോൾ 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് സിങ്ക്രണസ് കൗണ്ടർ സെറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സിങ്ക്രണസ് കൗണ്ടർ ഫിക്സ് ചെയ്യാമെന്ന് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സിങ്ക്രണസ് ഡെക്കേഡ് കൗണ്ടറാണ് ചെയ്യാൻ പോകുന്നത് യൂസിങ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം ഈ സിങ്ക്രണസ് കൗണ്ടർ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് നമ്മൾ എത്ര ബിറ്റാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. സിങ്ക്രണസ് കൗണ്ടർ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സ്റ്റേറ്റും അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റും അതേപോലെ തന്നെ ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടുകളും തമ്മിലുള്ളൊരു ടാബ്ലർ ഫോമിലുള്ള റെപ്രസെൻറ്റേഷനാണ് ആക്ച്വലി എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സൈറ്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു D ഫ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ D ഫ്ലിപ്പിന് ഒറ്റ ഇൻപുട്ടല്ലേ ഉള്ളൂ, D എന്ന് പറയുന്നൊരു ഇൻപുട്ടേ ഉള്ളൂ. D ഫ്ലിപ്പിന് Q ബാർ 2 ഔട്ട്പുട്ട് ഉണ്ടാവും. ഇപ്പം ഇനീഷ്യലി ഇതിന് ഈ D ഫ്ലിപ്പിന് ഔട്ട്പുട്ട് ഒരു 0 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരുന്നു വിചാരിക്കുക. Q സപ്പോസ് 0 ആയിരുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് ഈ D ഫ്ലിപ്പിൻ്റെ ഔട്ട്പുട്ട് 0യിൽ നിന്ന് 1 ആക്കി മാറ്റണം. അങ്ങനെ 1 ആക്കി മാറ്റണമെങ്കിൽ ഞാൻ ക്ലോക്ക് കൊടുക്കുന്ന സമയത്ത് ഈ D ഫ്ലിപ്പിൻ്റെ ഔട്ട്പുട്ട് നേരത്തെ ഉണ്ടായിരുന്ന 0യിൽ നിന്ന് മാറിയിട്ട് 1 ആയി മാറണമെങ്കിൽ ഞാൻ ഈ Dയിലെ ഇൻപുട്ടായിട്ട് എന്ത് വേണം കൊടുക്കാൻ? 1 വേണം കൊടുക്കാൻ. ഇപ്പോൾ D ഫ്ലിപ്പ് നിങ്ങൾക്കറിയാം, D ഫ്ലിപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരുന്നു? ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് 0. ഇവിടെ ഞാൻ 1 കൊടുക്കുന്നെങ്കിൽ ഔട്ട്പുട്ട് ഈസ് 1 അല്ലേ. അപ്പോൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് സപ്പോസ് 0 ആയിരുന്നു. അതിനെയാണ് ഞാൻ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് അടുത്ത ക്ലോക്ക് വരുന്ന സമയത്ത് എനിക്ക് 1 ഔട്ട്പുട്ടിൽ വരണമെങ്കിൽ ഞാൻ Dയിലേക്ക് 1 ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ പ്രസൻറ്റ് ഔട്ട്പുട്ട് 0 ആയിരുന്നു, നെക്സ്റ്റും എനിക്ക് 0 ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ Dയിലേക്ക് എന്ത് വേണം ലോഡ് ചെയ്യാൻ? 0 വേണം ലോഡ് ചെയ്യാൻ. ഇപ്പോൾ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻപുട്ടുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടുകൾ ഏത് കൊടുത്താലാണ് ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് എക്സൈറ്റേഷൻ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള 4 പോസിബിലിറ്റീസ്. ആകെ നമുക്ക് ഒരു സിംഗിൾ ഇൻപുട്ടേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ടിന് നമുക്ക് ചേഞ്ചസ് വരുത്താവുന്ന 4 കണ്ടീഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആയിരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റ് എനിക്ക് 0 ആക്കണം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിയിലേക്ക് എന്ത് വേണം ലോഡ് ചെയ്യാൻ? ഡിയിലേക്ക് ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടായിട്ട് ഞാൻ 0 വേണം കൊടുക്കാൻ. ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആയിരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റ് എനിക്ക് 1 വേണം. ഡിയുടെ ഇൻപുട്ടിൽ, ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടിൽ ഞാൻ 1 വേണം കൊടുക്കാൻ. പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആയിരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റ് 0 വേണം. ഇപ്പോൾ ഫ്ലിപ്പിൻ്റെ ഔട്ട്പുട്ട് 0 ആകണമെങ്കിൽ ആ ക്ലോക്കിന് മുന്നേ ഞാൻ അതിൻ്റെ ഇൻപുട്ട് 0 വേണം കൊടുക്കാൻ. പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആയിരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റ് എനിക്ക് 1 വേണം. എൻ്റെ ഫ്ലിപ്പിൻ്റെ ഇൻപുട്ട് ഞാൻ 1 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ് എന്താണോ അത് തന്നെയാണ് ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടായിട്ടും വരുന്നത്. അപ്പോൾ ഈ ഡി ഫ്ലിപ്പിൻ്റെ എക്സിറ്റേഷൻ ടേബിൾ വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെയും കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ് എന്തൊക്കെയാണോ അത് തന്നെയായിരിക്കും ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടുകളായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡി ഫ്ലിപ്പിൻ്റെ എക്സിറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ജെ കെ ഫ്ലിപ്പിൻ്റെ എക്സിറ്റേഷൻ ടേബിൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എത്ര ബിറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ആ ഫ്ലിപ്പിൻ്റെ കറസ്പോണ്ടിങ് എക്സിറ്റേഷൻ ടേബിൾ വരയ്ക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാമാണ്. സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയാം. സ്റ്റേറ്റ് ഡയഗ്രം ആക്ച്വലി കാണിക്കുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതായത് സപ്പോസ് 0000 എന്ന് പറയുന്നതാണ് ഡെസിമലിലെ നമ്മുടെ 0 എന്ന് പറയുന്ന വാല്യൂ. ഇതായിരുന്നു നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ അടുത്ത ക്ലോക്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താകണം? 1 ആയി മാറണം. അപ്പോൾ ആ ഒരു ട്രാൻസിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതായിരുന്നു നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ ഇനി വരേണ്ട നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. 1നെ നമ്മൾ എഴുതുന്നത് 4 ബിറ്റ് ആയതുകൊണ്ട് 0001. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ കറസ്പോണ്ടിങ് 1 ആണ്. ഇനി 1 ആയിരുന്നു നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 2 ആയിരുന്നു പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 3 ആണ്. അടുത്തത് 4 ആണ്, 5 ആണ്, 6, 7, 8, 9. ഇനി 9 എത്തിക്കഴിഞ്ഞാലോ 9ൻ്റെ കറസ്പോണ്ടിങ് 4 ബിറ്റ് വാല്യൂ അല്ലേ ഇത്? 1001. 9 എത്തിക്കഴിഞ്ഞാൽ അടുത്ത ക്ലോക്കിൽ ഞാൻ അഗെയിൻ ബാക്ക് ടു 0 വേണം വരാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രം ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഇതാണെങ്കിൽ നമ്മുടെ കൗണ്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ 0 മുതൽ 9 വരെയാണ് കൗണ്ട് ചെയ്യുന്നത് പോകുന്നത്. എഗെയിൻ ബാക്ക് ടു 0, 9 ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോക്ക് വരുന്നതനുസരിച്ച് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. സിങ്ക്രണസിൻ്റെ കേസിൽ 0 മുതൽ 9 വരെ എഗെയിൻ ബാക്ക് ടു 0. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് കാണിക്കുന്ന പ്രസൻറ്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രാമാണ് സ്റ്റേറ്റ് ഡയഗ്രാം. ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വളരെ സിമ്പിളാണ്. അതേസമയം കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ ചോദിക്കുക. അപ്പോൾ സിങ്ക്രണസിൻ്റെ കേസിൽ 1, 2, 5, 7, 1 ഈ രീതിയിലുള്ള കൗണ്ടറുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് സിങ്ക്രണസ് കൗണ്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ചിൽ നമ്മുടെ കറസ്പോണ്ടിങ് സ്റ്റേറ്റുകൾ വരണമെന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ അത് അവിടെയാണ് സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ കണ്ടിന്യൂസ് ആണ് 0 മുതൽ 9 അഗെയിൻ ബാക്ക് ടു 0. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നതും നിങ്ങൾ ജസ്റ്റ് അത് കാണിക്കുക, പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ എൻ്റെ സർക്യൂട്ടിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് സർക്യൂട്ടിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ Q3, Q2, Q1, Q0 ഇതാണ് നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് സ്റ്റേറ്റുകൾ. ഓക്കെ, പ്രസൻറ്റ് സ്റ്റേറ്റ് Q3 സ്റ്റാർ, Q2 സ്റ്റാർ, Q1 സ്റ്റാർ, Q0 സ്റ്റാർ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കറസ്പോണ്ടിങ് ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടുകളാണ്. ഓക്കെ, അപ്പം ഒരു സിങ്ക്രണസ് കൗണ്ടർ ഡെക്കേഡ് കൗണ്ടർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 4 ഫ്ലിപ്പ് വേണമെന്നറിയാം. ഈ 4 ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. D0, D1, D2, D3. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ടുകളിൽ ഏതൊക്കെ വാല്യൂസ് കൊടുത്താലാണ് ഓരോ ക്ലോക്കിലും ഇത് പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതാണ് ആക്ച്വലി എൻ്റെ സർക്യൂട്ടിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ സ്റ്റേറ്റ് ഡയഗ്രം എഴുതി. സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ അകത്ത് 0, 0, 0, 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 0, 0, 0, 1 ആയിരുന്നു.
ഓക്കെ. ഇനി 0001 ആയിരുന്നു നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ 0010 ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതിപ്പോവാം. ഇനി 2 ആയിരുന്നെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 8 ആയിരുന്നു നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ് അടുത്ത ക്ലോക്കിൽ നിങ്ങൾക്ക് വരേണ്ടത് എന്താണ് 9 ആണ്. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, 9 ആയിരുന്നു നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ അടുത്ത ക്ലോക്കിൽ വരേണ്ട ഏതാണ് 0 ആണ് അല്ലേ. സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് നമ്മൾ അങ്ങനെ എഴുതിയത് 0 1 ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് 9 വന്നിട്ട് 9ൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ വീണ്ടും 0 ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1001 എന്ന് പറഞ്ഞാൽ നമ്മുടെ 9 ആണ്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. ഇനി ബാക്കിയുള്ള കേസ്, ബാക്കി ഇതിൻ്റെ അകത്ത് 16 ഉണ്ട്. മൊത്തം 16 കോമ്പിനേഷൻസാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് 4 ബിറ്റിൽ. സോ ഇവിടെ 0 മുതൽ 15 വരെയുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ നെക്സ്റ്റ് സ്റ്റേറ്റുകൾ നമ്മൾ എന്തിലെടുത്താൽ മതി, ഡോൺ കെയർ കണ്ടീഷനാക്കി എടുത്താൽ മതി. കാരണം നമുക്ക് അവിടെ 1 0 എന്ത് വന്നാലും നമ്മളെ അത് ബാധിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ ഡോൺ കെയർ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെയും ടേബിൾസ് എങ്ങനെ എഴുതുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ കറസ്പോണ്ടിങ് ഇൻപുട്ടുകൾ നോക്കാം. ആദ്യം ഞാൻ D3 നോക്കുകയാണ്. D3കൾ. അപ്പോൾ D3 കൺസിഡർ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് Q3യും അതേപോലെ തന്നെ Q3 സ്റ്റാറുമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 0 ആയിരുന്നു. ഈ 0നെ ഞാൻ എന്താക്കുന്നുണ്ട് 0 ആക്കി തന്നെ നിർത്തുകയാണ്. ഇപ്പോൾ 0നെ 0 ആക്കി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടിൽ ഞാൻ എന്ത് വേണം കൊടുക്കാൻ, 0 വേണം കൊടുക്കാൻ അല്ലേ. 0 പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു 0 ആയിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം ഡി ഫ്ലിപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ നോക്കിയിരുന്നു അല്ലേ, ആദ്യം നമുക്കത് കിട്ടും. ഇനി ഇവിടെയും 0, ഇതും 0 ആണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 0 ആണ്, ഇവിടെ 1 ആണ്. ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് 0, നെക്സ്റ്റ് സ്റ്റേറ്റ് 1. ഇപ്പോൾ ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടിൽ നിങ്ങൾ ഏതാ കൊടുക്കണ്ടേ, 1 വേണം കൊടുക്കാൻ. സോ ഇവിടെ ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ട് 1 ആയി. അതേപോലെ തന്നെ അടുത്ത കേസിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആയിരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റും എനിക്ക് 1 തന്നെ വരണം. നെക്സ്റ്റ് സ്റ്റേറ്റ് 1 വരണമെങ്കിൽ ഞാൻ ഡിയിൽ എന്ത് കൊടുക്കണം, 1 വേണം കൊടുക്കാൻ. പിന്നെ അടുത്തത് പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആയിരുന്നു, പക്ഷേ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് 1, നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടിൽ ഞാൻ കൊടുക്കേണ്ടത് 0 ആണ്. സോ ഇവിടെ ഞാൻ 0 കൊടുത്തു. ബാക്കിയൊക്കെ ഡോൺ കെയർ. ഇനി അതേപോലെ തന്നെ D2 നോക്കുക. D2 കൺസിഡർ നോക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് Q2 പ്രസൻറ്റ് സ്റ്റേറ്റ്, Q2 സ്റ്റാർ നെക്സ്റ്റ് സ്റ്റേറ്റ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Q2ഉം Q2 സ്റ്റാറും എങ്ങനെയാണ്, രണ്ടും 0s ആണ് അല്ലേ. പ്രസൻറ്റ് സ്റ്റേറ്റ് 0, നെക്സ്റ്റ് സ്റ്റേറ്റ് 0. സോ അങ്ങനെയാണെങ്കിൽ D2 നമ്മുടെ സെക്കൻഡ് ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടിൽ ഞാൻ കൊടുക്കേണ്ടത് 0 ആണ്. ഇവിടെ ഒരു ട്രാൻസിഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ 0, ഇവിടെ 1. പ്രസൻറ്റ് സ്റ്റേറ്റ് 0, നെക്സ്റ്റ് സ്റ്റേറ്റ് 1. സോ അങ്ങനെയാണെങ്കിൽ D2 എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ. ഇങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് എഴുതിപ്പോവാം. അതേപോലെ തന്നെ D1ഉം D0 എഴുതിപ്പോവാം. അപ്പം ഞാൻ ഇതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ, ഡി ഫ്ലിപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ് എന്താണോ അത് തന്നെയാണ് ഡി ഫ്ലിപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിളിൻ്റെ അകത്ത് ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടുകൾ വരിക. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. Q3 സ്റ്റാറിൻ്റെ അകത്തുള്ള വാല്യൂസ് എന്താണോ, ഇതാണല്ലേ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അത് തന്നെയാണ് D3ക്കകത്ത് വരിക. ഓക്കെ. അതേപോലെ തന്നെ Q2ൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അത് തന്നെയാണ് D2ൻ്റെ അകത്ത് വരിക. Q1 സ്റ്റാറിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അത് തന്നെയാണ് D1ൻ്റെ അകത്തും വരിക. Q0 സ്റ്റാറിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അത് തന്നെയാണ് D0യിൽ വരിക. അപ്പോൾ ഇതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഡി ഫ്ലിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് എന്താണോ ഉള്ളത് അത് തന്നെ ഇൻപുട്ടിൻ്റെ അകത്തും വരച്ചാൽ മതി. വരയ്ക്കുമ്പോൾ വാല്യൂസ് എടുക്കുന്ന സമയത്ത് തെറ്റിപ്പോകാതെ നോക്കിയാൽ മതി. നെക്സ്റ്റ് സ്റ്റേറ്റും പ്രസൻറ്റ് സ്റ്റേറ്റും വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ ആ നെക്സ്റ്റ് സ്റ്റേറ്റ് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഡി ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടുകൾ കിട്ടും. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നമ്മൾ സർക്യൂട്ടിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓരോ ഫ്ലിപ്പിൻ്റെയും ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. ഇപ്പം ഞാൻ
ഫസ്റ്റ് D3 എടുക്കുകയാണ്. ഇപ്പോൾ D3 നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി D3ക്ക് നമുക്കൊരു എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്തിൻ്റെ ടൈംസിൽ? പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ ടൈംസിൽ വേണം നമുക്കൊരു എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് നോക്കിക്കഴിഞ്ഞാൽ D3 എന്ന് പറയുന്നത് D3ക്ക് ഉള്ള വാല്യൂസ് എന്ന് പറയുന്നത് മൊത്തം 16 വാല്യൂസ് ആയിരിക്കും ഉണ്ടാകുക. അതായത് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 4 ബിറ്റ് ആണ്. സോ 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ 4 വേരിയബിൾസ് ആണ് അതിൻ്റെ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 വേരിയബിൾ കെ മാപ്പ് D3ക്ക് വേണ്ടി വരയ്ക്കണം. സോ ഞാൻ 4 വേരിയബിൾ കെ മാപ്പ് D3ക്ക് വേണ്ടി വരച്ചിരിക്കുന്നതാണിത്. ഓക്കെ, D3ക്ക് വേണ്ടി വരച്ചിരിക്കുന്ന 4 വേരിയബിൾ കെ മാപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ Q3, Q2, Q1, Q3, Q2, Q1, Q0 ഇതെല്ലാം നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾസ് ആണ്. Q3, Q2, Q1, Q0. ഇനി ഫസ്റ്റ് നോക്കി നോക്കൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കെ മാപ്പ് ചെയ്യുന്ന പോലെ തന്നെ D3 എന്ന് പറയുന്ന കോളം എടുക്കുന്നു. Q3, Q2, Q1, Q0 നമ്മൾ ഇൻപുട്ടുകളാക്കി എടുക്കുന്നു. അപ്പോൾ സപ്പോസ് Q3, Q2 ആദ്യത്തെ റോ നമുക്ക് നോക്കാം. ഫസ്റ്റ് റോ നമ്മൾ നോക്കുകയാണെങ്കിൽ 0, 0, Q3, Q2, Q1, Q0 മൂന്നും 0. ആ സമയത്ത് D3യുടെ വാല്യൂ 0. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുക? ഇതിലേക്ക് വരികയാണെങ്കിൽ Q3, Q2 0, 0, Q1, Q0 0, അതിൻ്റെ അകത്ത് 0. ഓക്കെ, അപ്പോൾ 0, 0, 0യിൽ 0 ആണ്, ഇതിൽ 0 ആണ്, ഇതിൽ 0 ആണ്, ഇതിൽ 0 ആണ്. ഇനി ഒരു ചേഞ്ച് നമുക്ക് വരിക 0, 1, 1, 1ലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കി നോക്കാം. 0, 1, 1, 1ൽ എന്താ വരിക എന്നുള്ളത് ഇവിടെ നോക്കി നോക്കൂ. 0, 1, 1, 1, 0, 0, 1, 1, 1. ഈ സമയത്ത് നോക്കി നോക്കൂ, D3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്തത് 1, 0, 0, 0, ഇതിലും D3യുടെ വാല്യൂ 1 ആണ്. ബാക്കിയുള്ള എല്ലാ കേസിലും D3യുടെ വാല്യൂ 0 തന്നെയാണ്. പിന്നെ ഇതിന് ശേഷം ഇങ്ങോട്ടുള്ളത് ഡോൺ കെയറുമാണ്. ഇതേപോലെ തന്നെയാണ് ഞാൻ കെ മാപ്പിൻ്റെ അകത്ത് വരച്ചിരിക്കുന്നത്. കെ മാപ്പ് ഞാൻ വരച്ചിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. 0, 0, 1, 1ൻ്റെ അകത്ത് 1, ഇതൊക്കെ 0, ബാക്കിയൊക്കെ 0. പിന്നെ അടുത്ത 0 ഉള്ളത് എവിടെയായിരുന്നു? 1, 0, 0, 0യിലായിരുന്നു. 1, 0, 0 എന്ന് പറയുന്നത് ഇതാണ്. 1, 0, 0, 0, ഇതിൻ്റെ അകത്ത് 1. ഓക്കെ, 1, 0 എട്ടാമത്തെ കണ്ടീഷനിൽ 1 ആയിരുന്നു. പക്ഷേ 9ാമത്തെ കണ്ടീഷൻ 1, 0, 0, 0, 1ൽ 0 ആയിരുന്നു. സോ ഇവിടെ ഇതാണ് 1, 0, 0, 1 എന്ന് പറയുന്നത് 0. ബാക്കിയുള്ള കേസിലെല്ലാം ഡോൺ കേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളതിൻ്റെ കെ മാപ്പ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമ്മൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ്. കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, കെ മാപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കെ മാപ്പ് വരയ്ക്കുന്നു. നമ്മൾ കെ മാപ്പ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺസ് എത്ര 1 ഉണ്ട് നോക്കണം. 2 1. ഇപ്പോൾ ഡോൺ കെയർ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഡോൺ കെയറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു സിംഗിൾ മാപ്പ് ആക്കാം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മാക്സിമം പോസിബിലിറ്റീസ് നോക്കുക. ഇതൊരു 4 വേരിയബിൾ കെ മാപ്പാണ്. അപ്പം മൊത്തം 16 സെൽസ് ആയിരിക്കും ഉണ്ടാകുക. 16 സെൽസിൻ്റെ ഗ്രൂപ്പിംഗ് ഉണ്ടോ നോക്കുക. ഇതിൻ്റെ അകത്ത് എന്തായാലും ഇല്ല. പിന്നെ 8 സെൽസിൻ്റെ ഉണ്ടോ നോക്കുക. ഇതിൻ്റെ അകത്തില്ല. പിന്നെ 4 സെൽസിൻ്റെ ഉണ്ടോ നോക്കുക. അപ്പം ഇതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഡോൺ കെയർ കണ്ടീഷൻസ്, എല്ലാ ഡോൺ കെയർ കണ്ടീഷൻസും ഗ്രൂപ്പിൽ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാ വൺസും ഗ്രൂപ്പിൻ്റെ അകത്ത് വരണം. വൺസിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സെൽസിൽ 1 ഉള്ള സെല്ലിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സെൽസിൽ ഡോൺ കെയർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാത്തിനെയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു സിംഗിൾ സെല്ലായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 8 അഡ്ജസ്റ്റൻറ്റ് സെൽസ് വൺസ് വരുന്നില്ല. പിന്നെ 4 ഉണ്ടോ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ട്. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഡോൺ കെയർ കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഒരു ഡോൺ കെയർ കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഒരു ഡോൺ കെയർ കണ്ടീഷൻ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലുള്ള ഗ്രൂപ്പിങ് ഇതിന് പോസിബിളാണ്. അപ്പം എനിക്ക് അതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ടൈം കിട്ടും. ഇനി അതേപോലെ തന്നെ
അടുത്ത 1 എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ 1ൻ്റെ മുകളിൽ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. സോ ആ രീതിയിലൊന്നും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ താഴെ ഒരു ഡോണ്ട് കെയർ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4 അഡ്ജസൻറ്റ് സെല്ല് വരുന്ന ഒരു ഗ്രൂപ്പും പിന്നെ 2 അഡ്ജസൻറ്റ് സെൽസ് വരുന്ന ഒരു ഗ്രൂപ്പുമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതി പോകാം. D3 = ഓരോ ഗ്രൂപ്പും ഓരോ പ്രൊഡക്റ്റ് നെയിമാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്, 1 1 1 0. ഇതിൻ്റെ അകത്ത് ട്രാൻസിഷൻ വരുന്നത് 1 0 ചേഞ്ച് വരുന്ന കറസ്പോണ്ടിങ് വേരിയബിൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ Q2ന് മുകളിലത്തെ റോയിൽ 1 ആയിരുന്നു, താഴത്തെ റോയിൽ 0 ആണ്. സോ Q2 നമ്മൾ ഒഴിവാക്കുന്നു. പിന്നെ Q3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 1 ആയതുകൊണ്ട് നമ്മൾ Q3 അതേപോലെ നമ്മൾ എഴുതുന്നു. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഇത് രണ്ടാണ് അതിൻ്റെ കോളം കമ്പോണൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചേഞ്ച് വരുന്നത് ഏതിനാണ്, Q1-നാണ്. Q1 ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. സോ Q1 ടേമുകൾ നമ്മൾ ഒഴിവാക്കുന്നു. പിന്നുള്ളത് എന്താണ്, അടുത്തതെന്ന് പറഞ്ഞാൽ Q0 ആണ്. അപ്പോൾ Q0 രണ്ടിടത്തും എന്താണ്, 0 ആണ്. അപ്പോൾ 0 ആയതുകൊണ്ട് നമ്മളതിനെ Q0 ബാർ എന്ന് എഴുതുന്നു. അപ്പോൾ 1 ആണെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ വേരിയബിൾ ആസച്ച് അതേപോലെ എഴുതുന്നു. 0 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എഴുതുന്നു. സാധാരണ നമ്മൾ SOP-ക്കകത്ത് ഫോളോ ചെയ്യുന്ന അതേ ഫോർമാറ്റാണ്. അപ്പം ഞാൻ ആദ്യത്തെ 4 വേരിയബിളിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്തു. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്, അടുത്ത ലൂപ്പാണ്. സോ പ്ലസ് ഈ ലൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടുമാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചേഞ്ച് വരുന്നത് Q3-ക്കാണ്. ഇവിടെ Q3 1 ആയിരുന്നു, 0 ആയിരുന്നു, ഇവിടെ Q3 1 ആണ്. സോ Q3 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, Q2 മാത്രമേ ഉള്ളൂ. സോ Q2 ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, കാരണം 2 കമ്പൗണ്ടിൽ നിൽക്കുന്നത് ഒരേ കോളത്തിൻ്റെ അകത്താണ്. അപ്പോൾ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ അതുകൊണ്ട് Q1 Q0. ഓക്കെ, Q2 Q1 Q0. അപ്പോൾ ഇതാണ് നമ്മുടെ D3-യുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് D2 നോക്കാം. D2 നമ്മൾ എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് നമ്മൾ D2-ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എടുക്കുന്നു. ഇപ്പം D2-ൻ്റെ വാല്യൂസിന് 0 0 0-ൽ 0 ആണ്, 0 0 1-ൽ 1 0 ആണ്, 0 0 1 0-ലും 0 ആണ്. പിന്നെ 0 0 1 1 3 എന്ന് പറയുന്ന കേസിൽ 1 ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തം 4 1 ആണുള്ളത്. ബാക്കിയുള്ള 6 0-സും റിമൈനിങ് വരുന്നത് ഡോൺ കെയർസുമാണ്. സോ D2 നമുക്ക് അതിൻ്റെ മാപ്പ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. 0 0 0-ൽ 0, ഇതിൽ 0, ഇവിടെയും 0, 0 0 1 1 ഇതിൽ 1 വരുന്നുണ്ട്. പിന്നെ 4-ൽ 1 വരുന്നുണ്ട്, 5-ൽ 1 വരുന്നുണ്ട്, 6-ൽ 1 വരുന്നുണ്ട്, 7-ൽ 8-ലും 9-ലും എന്തായിരുന്നു, 0s ആയിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ ഡോൺ കെയർ കണ്ടീഷൻസ്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ ഗ്രൂപ്പിംഗ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വേരിയബിളിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ 4 വേരിയബിളിൻ്റെ കോമ്പിനേഷൻസ് ആദ്യം 16 നോക്കുക, ഇല്ലെങ്കിൽ 8-ലേക്ക് പോവുക, ഇല്ലെങ്കിൽ 4-ലേക്ക് പോവുക. അപ്പോൾ ഇവിടെ 8-ൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ട 1-കളുള്ള പൊസിഷൻസ് ആണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ 2 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഈ 1-നെ എല്ലാത്തിനെയും കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 8 സെൽസിൻ്റെ ഗ്രൂപ്പിംഗ് നമുക്ക് പോസിബിൾ അല്ല. പിന്നെ 4 സെൽസിൻ്റെ ഗ്രൂപ്പിംഗ് നമുക്ക് പോസിബിൾ ആണ്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റ ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ ഡോൺ കെയർ കണ്ടീഷൻ ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഡോൺ കെയർ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, ഇനി ഗ്രൂപ്പിങ്ങിൽ പെടാതെ മാറി നിൽക്കുന്ന ഒരു 1 ഉള്ളൂ. ഈ 1 നോക്കിക്കഴിഞ്ഞാൽ ഈ 1-ൻ്റെ അഡ്ജസൻറ്റ് സെല്ലിൽ ഒരു ഡോൺ കെയർ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് മൊത്തം 3 ഗ്രൂപ്പാണ് വരിക. 2 4 സെൽസിൻ്റെ ഗ്രൂപ്പും ഒരു 2 സെല്ലിൻ്റെ ഗ്രൂപ്പും. നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ എഴുതി പോവാം. D2 ഞാൻ ആദ്യം ഈ സെല്ലിൻ്റെ ആണ് എഴുതുന്നത്, എക്സ്പ്രഷനാണ് എഴുതുന്നത്, പ്രൊഡക്റ്റ് ടൈം ആണ് എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് വരുന്നത് Q3-ക്കാണ്. സോ Q3 ടൈം ഉണ്ടാവില്ല, Q2 ടൈം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ Q2 ടൈമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ Q2 നമ്മൾ അതേപോലെ എഴുതുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് വരുന്നത് Q0 ടൈമിനാണ്, അല്ലേ? Q0 ഒരു സ്ഥലത്ത് 0 ആണ്,
ക്ലബ് ചെയ്യുമ്പോൾ അടുത്ത അഡ്ജസ്റ്റൻ സെല്ലിൽ 1 വരുന്നത്. സോ Q0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ Q1 ഉള്ളൂ. Q1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ആയതുകൊണ്ട് Q1 ബാർ. ഇപ്പം ഈ ലൂപ്പിൻ്റെ ഈ ഒരു 4 സെൽസിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രൊഡക്റ്റ് ടൈം ഞാൻ എഴുതി, പ്ലസ് അടുത്ത ടൈം. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സെൽസാണ് വരുന്നത്. ഈ 2 സെൽസിൻ്റെ നോക്കിയാൽ ഇവിടെ ചേഞ്ച് വരുന്നത് Q1-നാണ്. ഇവിടെ Q1 0 ആയിരുന്നു, ഇവിടെ Q1 1 ആയിരുന്നു. സോ Q1 ടൈം ക്യാൻസൽ ചെയ്യാം. പിന്നെ Q0ക്ക് ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. സോ Q0 ബാർ. ഇനി ഇവിടെ റോ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാലോ സെയിം കണ്ടീഷൻ തന്നെയാണ് വരുന്നത് അല്ലേ. ഗ്രൂപ്പിങ്ങിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് 0 1 1 1 ആണ്. അപ്പോൾ ചേഞ്ച് വരുന്നത് Q3ക്ക് തന്നെയാണ്. സോ Q2. ഓക്കെ. ഇനി അടുത്ത ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ഗ്രൂപ്പിങ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ റോ എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 0 0യും 1 0യാണ് ഗ്രൂപ്പിങ്ങിൻ്റെ അകത്തുള്ള റോ എലമെൻറ്റ്സ്. ഇതിൻ്റെ അകത്ത് Q3ക്കാണ് ചേഞ്ച് വരുന്നത്. സോ Q3 ടൈം എനിക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് Q2 ടൈമാണ്. Q2 ടൈം രണ്ടും 0s ആണ്. സോ എനിക്കതിനെ Q2 ബാർ എന്ന് എഴുതാം. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ Q1 ഉം Q0യും രണ്ടിൻ്റെ വാല്യൂ 1 ആണ്. സോ Q2 ബാർ Q1 Q0. ഓക്കെ, ഇതാണ് D2ൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് D1ൻ്റെ എഴുതാം. കെ മാപ്പ്. ഇപ്പോൾ D1ൻ്റെ കെ മാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. സോ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 1s വരുന്നത് ഇവിടെ ഇവിടെയും 1 വരുന്നുണ്ട്, ഇവിടെ ഇവിടെയും 1 വരുന്നുണ്ട്. മൊത്തം 4 1 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു 4 വേരിയബിൾ കെ മാപ്പ് ഇവിടെ കിട്ടും. ഇവിടെ നോക്കിയാൽ ഇവിടെ എനിക്കൊരു 2 വേരിയബിൾ 4 സെൽസിൻ്റെ ഒരു കെ മാപ്പ് കിട്ടും. ഇവിടെ എനിക്കൊരു 2 സെൽസിൻ്റെ ഒരു കെ മാപ്പ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതി പോവാം. D1 ഈസ് ഈക്വൽ ടു, ആദ്യം ഞാൻ ഇതിൻ്റെ എഴുതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരിക ഇത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരിക Q2 ടൈം 0 ആണ്, ഇവിടെ 1 ആണ്. പിന്നെ ബാക്കിയുള്ളത് Q3 മാത്രമാണ്, അത് 0-ലാണുള്ളത്. സോ Q3 ബാർ. ഇതിൻ്റെ കോളം എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0യും 1 ആണ്. സോ Q1 ബാർ Q0 പ്ലസ് ഈ പ്രൊഡക്റ്റ് ടൈം എഴുതി. ഇനി ഇത് നോക്കാം. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് റോകളും ഈ ഗ്രൂപ്പിങ്ങിൻ്റെ ഭാഗമാണ്. സോ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ എൻ്റെ ടൈം Q3 Q2 ടൈമുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ ടൈം മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതെന്താണ്? Q1ൻ്റെ വാല്യൂ 1ഉം Q0ൻ്റെ വാല്യൂ 0യും ആണ്. സോ Q1 Q0 ബാർ. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരിക. Q1 Q0 ബാർ, Q3 ബാർ, Q1 ബാർ, Q0 ബാർ. ഇനി നമുക്ക് ഇതേപോലെ D0ൻ്റെ എഴുതാം. D0 നോക്കിക്കഴിഞ്ഞാൽ 4 ഇവിടെ 2 3 1 വരുന്നുണ്ട്, ഇവിടെ 2 1 വരുന്നുണ്ട്. മൊത്തം 5 1 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഡോൺ കെയർ ആണ്, ഇവിടെ ഡോൺ കെയർ ആണ്, ഇവിടെ ഡോൺ കെയർ ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പിങ്ങിൻ്റെ അകത്ത് ഇതെല്ലാം വരുന്നത് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസലായി പോകും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 0 0യും 1 0യാണ് വരുന്നത്. അപ്പോൾ ചേഞ്ച് വരുന്നത് Q1 ആണ്. അപ്പോൾ Q1 വേരിയബിൾ എനിക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, Q0 മാത്രമേ ഉള്ളൂ, അത് 0-ലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് D0 എന്ന് പറയുന്നത് എന്താണ്? Q0 ബാറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇൻപുട്ടുകൾ നമുക്ക് കിട്ടി. ഇനി നമുക്കിതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുന്നു. സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് എൻ്റെ സർക്യൂട്ടിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഇൻഡിവിജ്വലി ഓരോ ഫ്ലിപ്പിൻ്റെ ഇൻപുട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ ഡയഗ്രത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡി ഫ്ലിപ്പുകൾ. ഇത് കോമൺ ആയിട്ടുള്ള ക്ലോക്കാണ്, ക്ലോക്ക് സിഗ്നൽ. ഇത് എൻ്റെ D3 Q3 ബാർ,
D2 Q2 Q2 bar T1 Q1 Q1 bar D0 Q0 Q0 bar. ഓക്കെ, ഇതിൻ്റെ ഓരോ ഇൻപുട്ടുകളും നമ്മൾ വരയ്ക്കണം. D0 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിരുന്നു. D0 എന്ന് പറയുന്നത് Q0 ബാറാണ്. സോ D0 എന്ന് പറയുന്നത് ഇതാണ്. ഇതിലേക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് Q0 ബാറാണ്. സോ Q0 ബാർ നമുക്കിവിടെ ഇതിൻ്റെ ഔട്ട് തന്നെയാണ്. ഇതിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ D0 എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത ഏതായിരുന്നു? D1. D1 എന്ന് പറയുന്നത് എന്താ? D1 എന്ന് പറഞ്ഞാൽ ഈ ഫ്ലിപ്പിൻ്റെ ഇന്നാണ് D1 എന്ന് പറയുന്നത്. അപ്പോൾ D1 എന്ന് പറയുന്നത് നമ്മൾ കെ മാപ്പ് റെഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് Q3 ബാർ Q1 ബാർ Q0 പ്ലസ് Q1 Q0 ബാർ ആയിരുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ Q1 Q0 ബാർ കൺസ്ട്രക്ട് ചെയ്യാണ്. സോ അതിനുവേണ്ടി ഞാനൊരു ആൻഡ് ഗേറ്റ്, പ്രൊഡക്റ്റ് ടേമുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തു. ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് Q1, മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് Q0 ബാർ. ഓക്കെ, ഇനി അടുത്ത ഇൻപുട്ടുകൾ ഏതൊക്കെയാണ് വേണ്ടത്? അടുത്തത് വീണ്ടും ഒരു ആൻഡ് ഗേറ്റ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യണം. Q3 ബാർ Q1 ബാർ Q0 അല്ലേ? അപ്പം ഞാൻ വീണ്ടും അടുത്തൊരു ആൻഡ് ഗേറ്റ് എടുക്കുകയാണ്. എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. ഏതൊക്കെയായിരുന്നു? Q3 ബാർ. Q3 ബാർ എനിക്ക് ഇവിടെയാണ് കിട്ടുക. Q3 ബാർ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. Q3 ബാർ Q1 ബാർ Q1 ബാർ എനിക്ക് ഇവിടുന്ന് എടുക്കാം. കണക്ഷൻ കൊടുക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് കാണിക്കുക. Q1 ബാറായി Q0. Q0 ഇത് നമുക്ക് ഓർ ചെയ്യണം. ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടെ ഓർ ചെയ്തു ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. സോ D1 എന്ന് പറയുന്ന ഇൻപുട്ട് ഞാൻ കൊടുത്തു. ഇനിയുള്ളത് D2 എന്ന് പറയുന്നത് Q2 Q1 ബാർ പ്ലസ് Q2 Q0 ബാർ പ്ലസ് Q2 ബാർ Q1 Q0. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഞാനത് ഡയറക്റ്റായിട്ട് അങ്ങ് കംപ്ലീറ്റ് ലൈൻസ് ഞാൻ വരയ്ക്കുന്നില്ല. കാരണം ഞാൻ ഡയറക്റ്റായിട്ട് ആ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഓർ ഗേറ്റിലേക്ക് 3 ഇൻപുട്ട് ഓർ ഗേറ്റാണ്. അതിലേക്ക് 3 ആൻഡ് ഗേറ്റുകൾ യൂസ് ചെയ്തിട്ട് ഞാൻ പ്രൊഡക്റ്റ് ടേമുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് Q2 Q1 ബാർ, അടുത്ത ആൻഡ് ഗേറ്റ് Q2 Q0 ബാർ, Q2 ബാർ Q1 Q0. ഓക്കെ, ഇനി അടുത്തത് D3 എന്ന് പറയുന്നത് എന്താണ്? D3 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് കെ മാപ്പ് റെഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയത് Q3
Q0 ബാർ പ്ലസ് Q2 Q1 Q0 ആയിരുന്നു. സോ അതിവിടെയാണ് വരുന്നത്. ഞാനിതേപോലെ തന്നെ ഒരു ഓർ ഗേറ്റ് വയ്ക്കുകയാണ്. 2 ഇൻപുട്ടുകളാണ് ഓർ ഗേറ്റിലേക്ക് പോകുന്നത്. ആദ്യത്തെ പ്രൊഡക്റ്റ് ടേമുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്തു. Q3 Q0 ബാർ. അടുത്ത ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നത് Q2 Q1 Q0. ഓക്കെ, നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടുക ഇവിടെയാണ്. Q3 ഒരു ഔട്ട്, Q2 Q1 Q0 Q0 Q1 Q2 Q3. ഇതാണ് ഒരു സിങ്ക്രണസ് ഡെക്കേഡ് കൗണ്ടർ യൂസിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുന്നതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാലും മതി എക്സാമിന്. പിന്നെ ഞാൻ പറയുമ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പല ഭാഗത്തായിട്ട് നമുക്ക് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിങ്ക്രണസ് കൗണ്ടർ ക്വസ്റ്റനിൽ വരികയാണെങ്കിൽ നമുക്കൊരു വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം നിങ്ങളത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് ഡി ഫ്ലിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ജെക്കെനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ കാര്യങ്ങളെല്ലാം പ്ലോട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.